ഇപ്പോൾ ചങ്ങായിമാരെ നമ്മളിതെല്ലാം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇതുവിൻ്റെ കൊടയാണ്. ഈ പെന്നും ഈ കൊടയും ഞാൻ മേടിച്ചിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ പറ്റുന്ന ആളെല്ലാം പിന്നെ പൈസ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർ പൈസ കൊണ്ട് സഹായിക്കുക സുഖമായിട്ടണം. അല്ലാതെ ഒരു കൊടയോ പെന്നോ അല്ലെങ്കിൽ ഡിഷ് വാഷോ കാർ വാഷോ എന്താ സാധനം മേടിക്കാൻ പറ്റുന്നത് മേടിച്ച് സഹായിക്കുക. ഇനി അതും ഒന്നും പറ്റാത്തവർ ഇവരെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വലിയ ഉപകാരമാവും. ആദ്യമേ ഇങ്ങനെയല്ല, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ അവസ്ഥയിലായിട്ട് 13 വർഷം 4 മാസം ആയി. പിന്നെ നിങ്ങൾക്ക് നമ്മളെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ചെയ്തു തരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇപ്പൊ 4 ലക്ഷം രൂപ കടം കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ വയലുന്നത്. ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജിസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മേലെച്ചൊവ്വക്ക് അടുത്തുള്ള എടച്ചൊവ്വ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. ഇന്ന് നമ്മൾ ഒരു വ്യക്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് സുകുമാരൻ എന്നാണ്. 10-13 വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിൻ്റെ ഒരു വീടെടുക്കുന്ന സമയത്ത്, വീടിൻ്റെ പണിയെടുക്കുന്ന സമയത്ത് വാർപ്പിന് വേണ്ടി കയറിയപ്പോൾ മേലേയും താഴെ വീണ് അരക്ക് താഴോട്ട് കുറച്ച് തളർച്ച അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടായതിനു ശേഷം വിധിയോട് പോരാടി മുന്നോട്ട് പോകുന്ന ഒരു നിലയിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. ബാക്കി നമുക്ക് അദ്ദേഹത്തിനെ കണ്ടിട്ട് നേരിട്ട് അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. സുഖേട്ടാ, നമസ്കാരം. നമസ്കാരം. പിന്നെ ഇത് എങ്ങനെയാന്ന് പറ്റിയത്? ആദ്യമേ ഇങ്ങനെയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് പറ്റിയാണോ? അല്ല, ആദ്യമേ ഇങ്ങനെയല്ല. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ അവസ്ഥയിലായിട്ട് 13 വർഷം 4 മാസം ആയി. അതായത് 13 വർഷം മുമ്പേ നമ്മളെ പഴയ വീട് പുതുക്കി പണിയുന്ന സമയത്താണ് പറ്റിയിരുന്നു. അതിൻ്റെ വാർപ്പിന്, ചെമ്മണി വാർപ്പിന് കയറിയപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് താഴത്ത് വീണിട്ട് നട്ടിൽ ഒരു 6 ഇഞ്ച് നീളത്തിൽ പൊടിഞ്ഞ് പോയി സ്പൈനൽ കട്ടായിട്ട് അങ്ങനെ അരക്ക് കീഴ്പോട്ട് ചലനശേഷിയില്ലാത്ത വിധത്തിലായിപ്പോൾ 1 വർഷക്കാലം കിടപ്പ് തന്നെ ആയിരുന്നു. ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു. പിന്നെ ചെരിച്ചും മറിച്ചും കിടത്തണം. അതിനുശേഷം ഫിസിയോതെറാപ്പി വഴി പിന്നെ കോയമ്പത്തൂർ ഒരു 3 മാസം ഫിസിയോതെറാപ്പി അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടെ തന്നെ ഫുഡ് അക്കോമഡേഷനൊക്കെ അവിടെ ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്, സഹായ ട്രസ്റ്റ് എന്നുള്ള. അപ്പോൾ അവിടെ പോയി 3 മാസക്കാലം അവിടെ താമസിച്ച് അവിടെ നിന്നാണ് ഞാൻ ഈ വീൽ ചെയറിലേക്ക് മാറിയിരിക്കാനും വീൽ ചെയറിൻ്റെ വീട്ടിലേക്ക് എല്ലാം പരിചയിപ്പിച്ചവർ അവിടെ നിന്നാണ്. അപ്പോൾ അതിനുശേഷം നമ്മളെ മനസ്സിൻ്റെ ഒരു ബലം കൊണ്ട് ഈ തരത്തിലായി. പിന്നിപ്പോൾ ഈ വീൽ ചെയറിൽ ഇരുന്നിട്ട് ഞാൻ ചെയ്യാത്ത വർക്കുകളൊന്നുമില്ല. ഞാനിപ്പം തന്നെ പരസഹായില്ലാണ്ട് തന്നെ ഇറങ്ങിയിട്ട് നമ്മുടെ മുച്ചക്ര വണ്ടിയിൽ കയറിയിട്ട് പോകും. താമരശ്ശേരി കോഴിക്കോട് വരെ എത്തിയിട്ടുണ്ട് വണ്ടിയിൽ, അതുപോലെ കാസർഗോഡ് എത്തിയിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും. അത് മാത്രമല്ല, നമ്മളൊരു ടീം വർക്കായിട്ട് ടീമുണ്ട്. അതായത് നമ്മളൊരു റൈഡേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. നമ്മൾ കൊടകിലും മൈസൂർ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ഊട്ടിയിൽ വരെ പോകേണ്ട പരിപാടിയായി ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ യാത്ര ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ചില സമയത്ത് നമ്മളെ പിന്തിരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ അസുഖങ്ങളാണ്. ഇൻഫെക്ഷൻ, യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാവും, പിന്നെ ബെഡ് ഷോർ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കിഡ്നിക്ക് വരെ പഴുപ്പ് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4-5 ദിവസം അഡ്മിറ്റായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടതാണ്. പിന്നെ കൂടെ ആരാന്നുള്ള വേറെ കുടുംബം? ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. ഭാര്യക്കും സുഖമില്ലാത്തതാണ്. ഭാര്യക്കും ഒരു തലയിൽ 2-3 ബ്ലോക്കും പിന്നെ നട്ടലിൽ കഴുത്തിൻ്റെ ഇതെല്ലാം തേമാനും കാര്യങ്ങളെല്ലാം ആയിട്ടാണ്. ഭാര്യച്ച പണികളൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ തന്നെയാണ് ഇവിടുന്ന് വർക്ക് ചെയ്യുന്നത്. കൂടാതെ കൂടുതൽ തിരക്കും കാര്യങ്ങളും വരുന്ന സമയത്ത് നമ്മളെ മാതിരി പിന്നെ ശേഷിക്കാരടുത്ത് ഇത് നമ്മൾ മെറ്റീരിയൽ കൊണ്ട് കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കും. അതിനുള്ള പൈസ അവർക്ക് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചിങ്ങോട്ട് വാങ്ങിക്കും. അങ്ങനെയൊക്കെയാണ് തിരക്കുള്ള സമയത്ത് ചെയ്യുന്നത്. നമ്മൾക്ക് 2 പേർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമ്മൾ 2 പേരും മാത്രം ചെയ്യും, ഉറക്കൊഴിഞ്ഞിട്ടും ചെയ്യും. രാവിലെ 3 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് രാത്രി 11 മണി വരെ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. തിരക്കുള്ള സമയത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൂടെ ഈ മാസം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ, അല്ലെ എല്ലാവരും ചെയ്യല്ലേ, ഓക്കെ അല്ലേ, വർക്ക് ചെയ്യണം. നിങ്ങൾ ഇവിടെ എത്ര മാസം ഉണ്ടാവാറുള്ളത്? നിങ്ങൾ ഇവിടുന്ന് ഡിസ്ചാർജായി പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങളെന്ത് ചെയ്യണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യണം. ഇത് ഞാനിപ്പോൾ പറഞ്ഞില്ല നിങ്ങളോട് കുട നിർമ്മാണം പാടില്ല പഠിപ്പിക്കുന്നില്ല. അത് ഞാൻ നല്ലൊരു പൈസ വരുന്നൊരു പിന്നെ ജോലിയാണ് കുട നിർമ്മാണം. തീർച്ചയായിട്ടും പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം കിട്ടും. അത് ഒന്നുമില്ലെങ്കിൽ 100
മെറ്റീരിയലൊക്കെ കോഴിക്കോട് കൊണ്ടുവരുന്നത് അതിൻ്റെ പൈസ കുറച്ച് കൊടുത്തോളൂ. അപ്പോൾ നമുക്ക് കണ്ണൂരിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ അതിൽ 10-20 രൂപ ഇതിൻ്റെ വില കൂടുതൽ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സാധനം നല്ല വീടുകളാണ് എത്തിച്ചേരുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയും ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സ്വയം നമുക്ക് മറ്റുള്ള ഒരാളെ ആശ്രയിക്കാതെ തന്നെ നമുക്കുള്ള ചില്ലറ നമുക്ക് സമ്പാദിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തന്നെ ഇതിൽ പരിശ്രമിക്കണം, ചെയ്യണം എന്നാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുത്തത് മാത്രമല്ല, ഞാനിങ്ങനെ വീഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മളെ ആ വീട് പണി പൂർത്തിയാക്കാൻ പറ്റാത്ത വിധത്തിലാണ് ഒരവസ്ഥ ഉണ്ടായത്. അന്ന് ഇതുമാതിരിയുള്ള ചാരിറ്റബിൾ ട്രസ്റ്റും കാര്യങ്ങളെല്ലാം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെച്ചാൽ നമ്മൾ പിന്നെ ആ വീട് വിൽക്കേണ്ടി വന്നു. പണി പൂർത്തിയാകാത്തത് കാരണം അത് വിറ്റു. കിട്ടിയ പൈസക്ക് വിറ്റിട്ടാണ് 9 വർഷക്കാലം വാടക താമസിച്ചു. അതായത് പള്ളിക്കുളം ദേശാഭിമാനി പ്രസിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് താമസിച്ചത്. അവിടെ വാടക താമസിച്ചായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇവിടെ വന്നിട്ട് 1 വർഷവും 3 മാസവും ആകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു 3 സെൻറ്റ് സ്ഥലം സർക്കാരിൻ്റെ സ്ഥലം കിട്ടിയതാണ്. എന്നിട്ട് പൈസ നിങ്ങൾ തന്നെ എടുത്ത് വീടെടുത്ത്? അല്ല, 4 ലക്ഷം രൂപ സർക്കാരിൻ്റെ പൈസയുണ്ട്. കോർപ്പറേഷൻ്റെ ഇതിൽ PMAY പദ്ധതി പ്രകാരം ഉള്ളൊരു വീടാണ്. അപ്പോൾ 4 ലക്ഷം രൂപ അവർ തന്ന് സഹായിച്ചു. 4 ഗഡുക്കളായിട്ട് ഇല്ല 4 ലക്ഷം പോയി അത്ര, അതിന് കൂടി ഒരു 4 ലക്ഷം കൂടി ഉണ്ടായാലും ആവൂല. ഇപ്പം തന്നെ 4 ലക്ഷം ബാങ്കിൽ ലോണുണ്ട് വീടെടുക്കേണ്ടതിൽ. ആ ലോൺ എടുത്തിട്ടാണ് പിന്നെ ലോണുണ്ട്. പിന്നെ അതിലൊരു 2-3 ആൾക്കാർ ചെറിയ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മലബാർ ഗോൾഡൻ ജ്വല്ലറിൻ്റെ അവർ ഒരു 50,000 രൂപ സഹായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു കോഴിക്കോണ്ടില്ലേ രാജേഷ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അവർ ഇത് ഫിനാൻസിൻ്റെ കമ്പനി ഇതിൽ നടത്തുന്നതാണ്. അപ്പോൾ അവരും ഒരു 50,000 സഹായിച്ചു. പിന്നെ അതുപോലെ ഗൾഫിലുള്ള ഒരു സന്തോഷ് എന്ന് പറയുന്ന ഒരാളാണ്, പാപ്പനശ്ശേരിയിലുള്ള ആളാണ്. പക്ഷെ അവരുടെ കെയർ ഓഫിൽ 2 പേര് 25,000 രൂപ സഹായിച്ചിട്ട് അങ്ങനെ. പിന്നെ കുറച്ച് സിമെൻറ്റ് അങ്ങനെയുള്ള ഇതൊക്കെ സഹായം ഉണ്ടായിരുന്നു. പുറത്തുനിന്നൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ആൾക്കാർ. പിന്നെ 10-10 റുപ്യ അങ്ങനെ 2-3 ആൾക്കാർ അങ്ങനെയും തോന്നുന്നു. ഇതെല്ലാം മെയിനായിട്ട് വെച്ചാൽ നമ്മളൊരു മാഷമാണ് ഇതിൻ്റെ അവതാരകം ശരിക്കും. കാരണം അവരാണ് നമ്മളൊരു കോർഡിനേറ്ററാണ്. അതായത് നമ്മൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ടീമുണ്ട് ഇതിൻ്റെ അകത്ത്, ഈ നമ്മളെ ഗ്രൂപ്പിൽ. അപ്പോൾ അതിൻ്റെ ഒരു കോർഡിനേറ്റർ കൊല്ലത്തുള്ളൊരു മാഷാണ്. പേര് പറയാൻ അദ്ദേഹം ഇഷ്ടപ്പെടില്ല. കാരണം അതിൽ അത്രയും ഭിന്നശേഷിക്ക് വേണ്ടി വീണ് മരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അത്രയും ജീവിതം അതെ ഒഴിഞ്ഞു വെച്ചത് തന്നെ. മാഷ് നമുക്ക് വേണ്ടിയിട്ട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു മാഷാണ്. അപ്പോൾ നല്ലൊരു വ്യക്തിയാണ്. അല്ലല്ല, ഭിന്നശേഷിക്കാരല്ല, നോർമലായിട്ടുള്ള ആളാണ്. നല്ല പക്ഷെ നമ്മൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്ന് പറഞ്ഞത്. പക്ഷെ മാഷൊക്കെ ഒരു ട്രാജഡിയും പറ്റി ഇതിനിടെ. കാരണം 1 മാസം മുമ്പേ മിഞ്ഞാന്നാണ് പിന്നെ മാഷിൻ്റെ ഭാര്യ മരിച്ചിട്ട് 1 മാസം തികയുന്നത് മിഞ്ഞാന്ന്. അപ്പോൾ ഇതിനിടയിൽ അങ്ങനെ ഒരു ഇതും പറ്റി, ഒരു ക്യാൻസറായിരുന്നു. വല്ലാത്ത ഒരു വിഷമമുണ്ട് ആ കാര്യത്തിൽ. അതെല്ലാം ചിന്തിക്കുമ്പോൾ തന്നെ മാഷ് എന്നിട്ടും പിന്നെ ബാക്ക് തിരിഞ്ഞില്ല. നമുക്ക് വേണ്ടിയിട്ട് ഇല്ല, 2-3 ദിവസം തന്നെ നമുക്ക് വേണ്ടിയിട്ട് മെസ്സേജ് ഇടാനും കാര്യങ്ങളൊക്കെ സഹായിക്കാനൊക്കെ മാഷ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാഷ് എത്ര ദൈവതുല്യൻ, ദൈവം തന്നെ പറയാം. ദൈവതുല്യൻ എന്ന് പറഞ്ഞപ്പോൾ ദൈവം തന്നെ പറയാം. അത്രയും നല്ലൊരു വ്യക്തിയാണ്. വളരെ കുറവാണ്, ചുരുക്കമാണ്, വളരെ കുറവാണ്. വിരലെണ്ണാൻ മാത്രമേ ഉണ്ടാവില്ല. കാരണം അത്രയും മാഷെന്ന് വെച്ചാൽ ആർക്കും വേണ്ടി മാഷ് ഒന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ നമ്മളെ വിചാരിച്ചിട്ട് മാത്രം ചെയ്യുന്നതാണ്. മറ്റൊരു വേറൊരു പ്രശസ്തിയോ അങ്ങനെയുള്ളവർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല അത്. അങ്ങനെ പേര് പോലെ എൻ്റെ പേര് പോലെ ആരും പറയാൻ വേണ്ടി പാടില്ല എന്ന് പല പ്രാവശ്യം പറയലുണ്ട് കാര്യത്തിൽ. പക്ഷെ ഞാൻ പറഞ്ഞു പോകും. അല്ല, അത് നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു എന്നെ പഠിപ്പിച്ചത് മാഷാണ്. ഈ പെന്ന് പേപ്പർ പെൻ ഉണ്ടാക്കുന്നത് ഞാൻ ഇത് മാത്രമല്ല, കുടകൾ മാത്രമല്ല ഉണ്ടാക്കുന്നത്. കുട മുതൽ ചെറിയ കുട്ടികളെ കുട മുതൽ ചെറിയ കുട്ടികളെ കുട. പിന്നെ അതുപോലെ തന്നെ ഇത് 3 ഫോൾഡ് കുടയാണ്. ഇത് 3 മടക്കുള്ള കുട. അപ്പോൾ ഈ കുടകളെല്ലാം നല്ല സ്ട്രോങ് കുടകളാണല്ലോ. ഇതെല്ലാം നല്ല സ്ട്രോങ് ഉള്ള കമ്പനി കുടേനെക്കാളും നല്ല ടോപ്പ് സാധനമാണ് ഇതെല്ലാം. തുണിയെല്ലാം പിടിക്കുമ്പോൾ തന്നെ അറിയാം, നല്ല പിടിക്കുമ്പോൾ തന്നെ നല്ല സ്മൂത്ത് സാധനങ്ങളാണ്. നല്ല ഫിറ്റിംഗ് ആണ്. കമ്പിയെല്ലാം നല്ല സ്ട്രോങ് സാധനങ്ങളെല്ലാം നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഇതിപ്പോ 3 ഫോൾഡ് കൂടെ. ഇപ്പോൾ അതുപോലെ തന്നെ കുട്ടികളോട് പറഞ്ഞല്ലോ, കിഡ്സ് ആൻഡ് ഫാൻസി 2 തരത്തിലുള്ള ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഇതുകൊണ്ട് ഈ 2 മടക്കുള്ള ഇതിന്റെ 2 മടക്കുള്ളതുണ്ട്. സാധനം സ്റ്റോക്കില്ല ഇപ്പൊ. ഇത് കിഡ്സിന്റെ കൂടെയാണ്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഇതിന്റെ തന്നെ 2 മടക്കുള്ളതുണ്ട്. പിന്നെ 3 ഫോൾഡ്, പിന്നെ നാനോ ആണ് 5 മടക്ക്. 5 ഫോൾഡ്. അപ്പൊ ഇത് ചില പോക്കറ്റ് വെച്ച് കൊടുക്കാൻ വേണ്ടി സൗകര്യത്തിന് ലൈറ്റ് വെയിറ്റ് ആണ് സാധനം. അതുപോലെ തന്നെ കാലം കൂട. ഇത് കാലം കൂടല്
എല്ലാം നല്ല മെല്ലനെ തുറന്നു വരുന്നു, നല്ല സെറ്റപ്പ് ആണല്ലേ? നല്ല സെറ്റപ്പാണ്, ഇത് അതിൻ്റെതായ ഉറപ്പുണ്ടെന്ന് തോന്നുന്നില്ലേ? നല്ല ഉറപ്പാണ്. കാരണം നമ്മളുടെ മനസ്സിനും ഇതിനൊന്നും ഒരു വിലക്കുറവില്ല. അതായത് നമ്മൾക്ക് ശാരീരികമായിട്ടുള്ളൊരു അസ്വസ്ഥത മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും ഇല്ല. പക്ഷെ ആ അസ്വസ്ഥത നമ്മൾ മുന്നിൽ കാണുന്നില്ല ഒരിക്കലും. നമ്മൾ ഈ ഒരു അവസരത്തിലും എന്ത് തന്നെ ആയിരിക്കും നമ്മളത് മനസ്സിലൊരിക്കലും കാണൂല. ചുറ്റിക്കുട്ടി പെട്ടിയിലും അടക്കി വെച്ചു, മടക്കിയിട്ട് അവിടെ വെച്ച്. പിന്നെ വേറെ എന്തെല്ലാം ഇത് ഈ കൊടയും പെന്നും കൂടാണ്ട് വേറെ എന്തെല്ലാം? പെന്നും കൂടാണ്ടത് കൊടകൾ, പെന്ന്, പിന്നെ പേപ്പർ ബാഗുകൾ ഉണ്ടാക്കും. അതായത് ഷോപ്പുകളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്, അതായത് ടെക്സ്റ്റൈൽ ഷോപ്പുകളിലേക്ക്, ഫാൻസി ഷോപ്പുകളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന പേപ്പർ ബാഗുകൾ ആവശ്യാനുസരണം വലുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കും. പറയുന്ന വലുപ്പത്തിൽ ചെറിയ കണ്ണടക്കൂട് ഇടുന്ന തരത്തിലുള്ളത് മുതൽ പിന്നെ മെഡിക്കൽ ഷോപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത് മുതൽ വലിയ ഏകദേശം 4 കിലോ വെയിറ്റ് വരെ താങ്ങുന്ന തരത്തിലുള്ള താങ്ങുന്ന ബാഗുണ്ട്. പിന്നെയുള്ള ക്ലീനിങ് സാധനങ്ങളാണ്. അതായത് വാഷിംഗ് പൗഡർ, പെനോയിൽ, ഡിഷ് വാഷ്, ഹാൻഡ് വാഷ്, ഫ്ലോർ ക്ലീനർ, ടോയ്ലറ്റ് ക്ലീനർ, പിന്നെ കുളിക്കുന്ന സോപ്പ്, അലക്കുന്ന സോപ്പ്, ഈ വണ്ടികളൊക്കെ വാഷ് ചെയ്യുന്ന കാർ വാഷ്, അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കും. പിന്നെ അതൊക്കെ അല്ല ഒരാളെടുക്കുന്ന പല ആൾക്കാർക്കുന്നത് തന്നെ. പിന്നെ ഞാൻ ഫസ്റ്റ് തുടങ്ങിയ ഒരു മെഴുകുതിരി നിർമ്മാണമായിരുന്നു. മെഴുകുതിരി നിർമ്മാണത്തിന്റെ അച്ചി തുരുമ്പ് പിടിച്ചു ഇവിടുന്ന്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ചിലവാകുന്നില്ല, സാധനം ചിലവാകുന്നില്ല. ഒരു 8 കിലോ മെഴുകുതിരി വരെ ഞാൻ വേസ്റ്റ് തള്ളേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കിയ സാധനങ്ങൾ. അത്രയും മോശമാണ് അതിൻ്റെ ആ കച്ചവടം. അപ്പം പിന്നെ പഠിച്ചതാണ് കുട നിർമ്മാണം. അതെ, SIPC എന്നതിൻ്റെ ഒരു കുട്ടികൾ, സ്റ്റുഡൻസ് പാലിയേറ്റീവിൻ്റെ ഒരു കുട്ടികളുണ്ട്. അപ്പോൾ അവരൊന്നൊരു ക്ലാസ് വെച്ചിട്ട് എൻ്റെ മാതിരി ഒരു ഭിന്നശേഷിക്കാരൻ തന്നെ പഠിപ്പിക്കുകയും ചെയ്തത് ഇത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു സഹോദരന തുല്യം തന്നെ അടുത്തിരുത്തിട്ട് തന്നെ ശരിക്കും കാണിച്ചു തന്ന്. ഇപ്പോൾ നമ്മൾ നല്ല കമ്പനിയാണ്. നമ്മളെ ഈ റൈഡേഴ്സ് ടീമിൽ അവനുണ്ട്, കണ്ണൂർക്കാരൻ തന്നെ, ഇവിടെ പഴയങ്ങാടിയാണ്. അപ്പോൾ ഓനാന്നുള്ള ഇതൊക്കെ ഓൻ എന്നോട് ചിലപ്പോൾ ഇപ്പൊ സംശയം ചോദിക്കുന്നത്. എന്നെ പഠിപ്പിച്ച മാഷ് ഇപ്പം എന്നോട് സംശയം ചോദിക്കില്ല. കാരണം എന്നെ ഈ ഒരു 3/4 കുടം മാത്രമേ ഉണ്ടാക്കാൻ പഠിപ്പിച്ചില്ല, ബാക്കിയെല്ലാം ഞാൻ ഓട്ടോമാറ്റിക് ഞാൻ തന്നെ പഠിച്ചതാണ്. അത് അങ്ങനെ ഒരു ഭാഗം. പിന്നെ പഠിച്ചത് ഇതാണ്, ഈ ക്ലീനിങ് സാധനങ്ങൾ ഉണ്ടാക്കാനാണ്. കാരണം സാധനങ്ങൾ അത് വാഷിംഗ് പൗഡർ, പിന്നെ ഫെനോയിൽ ഉണ്ട്, അതിവിടെ സ്റ്റോക്കില്ല. അതാണ് ഇത് ഹാർപിക്കിന്റെ എഴുതിയിട്ടുണ്ടല്ലോ, ചലനശേഷി നഷ്ടപ്പെട്ട വീടുകളിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നം. ഉണ്ട്. ഇത് ഹാർപിക്കിന്റെ ടോയ്ലറ്റ് ക്ലീനറാണ്. ഇത് ഹാൻഡ് വാഷ്, പാലിയം തന്നെ. പാലിയേറ്റീവിന്റെ കീഴിൽ ചെയ്യുന്നുണ്ട്, പാലിയത്തിന്റെ പേരാണ്. അത് ഹാൻഡ് വാഷ്. ഇത് ഡിഷ് വാഷ്, പാത്രം കഴുകുന്ന ഡിഷ് വാഷ്. ഇതിന്റെ സോപ്പൊക്കെ ഉണ്ടാക്കുന്നത്. സോപ്പെല്ലാം ഉണ്ടല്ലേ? സോപ്പ്, കുളിക്കുന്ന സോപ്പ്, പിന്നെ ഇത് പാത്രം കഴുകുന്ന സോപ്പ് എല്ലാം ഉണ്ട്. ഇതൊക്കെയാണ് ഐറ്റംസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിനെന്ന് വെച്ചാല് നമ്മുടെ ലിക്വിഡ് ഐറ്റംസ് ഒന്നും വെച്ചാൽ ഇപ്പൊ അങ്ങനെ കൂടുതൽ പോകുന്നില്ല. അതായത് ചുറ്റുവട്ടങ്ങളിലെ ആൾക്കാർ ഇങ്ങനെ വാങ്ങിക്കുന്നതല്ലാതെ ഷോപ്പുകളിൽ GSTന്റെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് തന്നെ ഷോപ്പുകളിലേക്കൊന്നും അവരെ അധികം വാങ്ങിക്കുന്നില്ല. നമുക്ക് ഇത് ചെലവാകുന്നത് ഇല്ല. ഇത് ചെലവാകുന്നത് ഏത് വിധത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഫ്ലവർ ഷോകളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ ഒരു സ്റ്റാള് കിട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പം ഇതിനിടയ്ക്ക് കണ്ണൂർ ഫ്ലവർ ഷോ നടന്നില്ല, അപ്പൊ അവിടെ നിങ്ങൾ ഇട്ടിരുന്നു? കണ്ണൂർ ഫ്ലവർ ഷോ ഒക്കെ നമുക്ക് ഇതുവരെ, ഫ്ലവർ ഷോ മാത്രമല്ല, എന്ത് ഫെസ്റ്റ് വന്നു കഴിഞ്ഞാലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലും അവർ നമുക്ക് സൗജന്യമായിട്ട് കിട്ടും. നമുക്ക് സൗജന്യമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കച്ചവടം നടക്കുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ 20,000-30,000 കൊടുത്തിട്ട് നമുക്ക് കൊടുക്കേണ്ട അങ്ങനത്തെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ നിന്ന് വലിയ ലാഭം കിട്ടൂല. ആ ചെറിയൊരു പൈസ മാത്രമേ ഇതിൽ നിന്ന് ലാഭം കിട്ടുള്ളൂ. അപ്പൊ കണ്ണൂർ നമ്മൾ ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അഗ്രി ഫോർട്ടിക്ക് അവരെ ആണ് ചെയ്യലിത്. അപ്പൊ അവരുടെ അടുത്ത് പല പ്രാവശ്യം ചോദിച്ചിട്ട് വെച്ചിട്ട് അവര് സമ്മതിച്ചിട്ടില്ല. പിന്നെ വലിയ പൈസ നമ്മൾ പിന്നെ മുതലിട്ടിട്ടാണ് ഇതൊക്കെ സ്റ്റാൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സൗജന്യമായിട്ട് തരാൻ പറ്റൂല എന്ന് തന്നെയാണ് അവര് പറയാറ്. അപ്പൊ അതുകൊണ്ട് മോശം കേട്ടോ. മോശം. നമ്മൾ ഇതിലെ ഇവരെ ഈ അതായത് ഇവരെ ടീമിൽ പെട്ടവർ കൂടെ റെക്കമെൻഡ് ചെയ്തിട്ടും കൂടെ കിട്ടിയിട്ടില്ലായിരുന്നു. അതെ അവിടെ നമ്മൾ ഈ ഫ്ലവർ ഷോനും ഇതുപോലുള്ള ഫെയറിനൊക്കെ പോകുന്ന സമയത്ത് ചെറിയൊരു ടേബിൾ ഉണ്ട് സ്ഥലം പോലെ മൂലക്കൽ കുറെ സ്ഥലങ്ങൾ ഒരു ചെറിയൊരു സ്ഥലം നമുക്ക് കിട്ടിയാൽ മതി, അധികമൊന്നും വേണ്ട. ചെറിയൊരു സ്ഥലം നമുക്ക് ആവശ്യമുള്ളൂ. വളരെ ഷെയിമായിട്ടുള്ള ഒരു കാര്യമായിട്ടാ കണ്ണൂർ. ഇനിയും തന്നെ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ട് അടുത്ത പ്രാവശ്യം ഉണ്ടാകുമ്പോൾ ഇവർക്കൊരു സ്ഥലം കൊടുക്കാൻ വേണ്ടി നിങ്ങൾ അവസരം ഉണ്ടാക്കണം. ഇതുകൂടാണ്ട് വേറെ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ട്? തളിപ്പറമ്പ്, കൂത്തുപറമ്പ്, തലശ്ശേരി, അതെല്ലാം സൗജന്യമായിട്ടാണ്. കുഞ്ഞിമംഗലം, പയ്യന്നൂര്,
ദൃശ്യാഭ്യാസത്തിനൊക്കെ നമുക്ക് 28 ദിവസത്തോളം കിട്ടിയിട്ടില്ല അത് സ്റ്റോള്. നല്ല കച്ചവടം നടത്തുന്നതാണ് അവിടെയൊക്കെ. കുഞ്ഞുമംഗലൊക്കെ നല്ല കച്ചവടം നടത്തുന്നതാണ്. പിന്നെ തളിപ്പറമ്പ് കൂടാണ്ട് വേറെ എവിടെയാ സ്റ്റാൾ ഇട്ടത്? കുഞ്ഞുമംഗലം അതും സൗജന്യം തന്നെ 2 പ്രാവശ്യം അവിടെ കിട്ടിയിരുന്നു. അത് ഏറ്റവും കൂടുതൽ എനിക്ക് സാധനങ്ങൾ ചെലവായ ഒരു സ്ഥലമാണ് കുഞ്ഞുമംഗലം. അവർ ആദ്യമായിട്ട് തുടങ്ങിയത് വലിയ സ്റ്റാളായിരുന്നു. വലിയ സ്റ്റാൾ വെച്ചാൽ നമ്മുടെ ഈ വറാന്തനൊക്കെ ഡബിൾ ഉണ്ട് ഒരു സ്റ്റാളിന്റെ വലുപ്പം തന്നെ. അവർക്ക് അതിനെപ്പറ്റി ധാരണ ഉണ്ടായിട്ടില്ല എങ്ങനെ ചെയ്യണമെന്നില്ല. ഇതന്നെ 2 സ്റ്റാളാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന സ്ഥലത്തിന് ഒരു സ്റ്റാൾ ഇടാൻ വേണ്ടി. അപ്പൊ അതിൽ നിന്ന് എനിക്ക് സാധനങ്ങൾ ഒരുപാട്. അപ്പൊ ലാസ്റ്റ് ദിവസം സംഘാടകർ തന്നെ എൻ്റെ അടുത്ത് സാധനം വാങ്ങിച്ചിട്ട് അവർ വന്നപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല സാധനങ്ങൾ. കുഞ്ഞുങ്ങളൊക്കെ ഞാൻ ദിവസം സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോകും. ഇത് ഇങ്ങനെ ഒരു പരിപാടിയെല്ലാം കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യമേ ഉണ്ടാക്കി വെക്കുക ഒരുപാട് സാധനങ്ങൾ സ്റ്റാള് കിട്ടുന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി വെക്കും. അപ്പൊ പിന്നെ അത് ഏതൊക്കെ സാധനങ്ങളാണ് നമുക്ക് കൂടുതൽ ചിലവാകുന്നതനുസരിച്ച് നമ്മൾ വീണ്ടും വീട്ടിലേക്ക് വന്നിട്ട് രാവിലെ ഉണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം മാത്രമേ സ്റ്റാൾ ഇടുക. വൈകുന്നേരമാണ് സ്റ്റാളിൻ്റെ ഇതിൻ്റെയൊക്കെ. അപ്പൊ അതുവരെ നമ്മൾ ഉച്ചവരെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഉച്ചയ്ക്ക് ശേഷം എടുത്തിട്ട് പോവാം. ഞാനും വൈഫും കൂടെ തന്നെ. ഇതിനും പിന്നെ ഓട്ടോ ഒക്കെ പൈസയും കാര്യങ്ങളൊന്നും കൊടുത്തില്ല. എൻ്റെ ഈ വണ്ടി മുച്ചക്ര വണ്ടി തന്നെ അവിടെ എല്ലാം കെട്ടിത്തൂക്കിയിട്ട് ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുപോവുക. ഇപ്പൊ അതിനെനിക്കറിവ് വന്ന അതിൽ അങ്ങനെ പോവുക. അതാ വേറെ 5 ഫോൾഡ്. ഇത് വേണ്ട, ഇത് ലേറ്റ് വെച്ച സാധനം. ഇത് കുട്ടികൾക്കൊന്നും നടക്കൂല. അപ്രതീക്ഷിതമായിട്ട് ഇവര് വന്നേട്ടാ കുട വാങ്ങിക്കാൻ വേണ്ടിട്ട്. ഇങ്ങനെ ഒരുപാട് ആള് വരുത്തുണ്ടോ? വരും, ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട്. അത് മാത്രല്ല മറ്റേ നമ്മൾ ഈ സംഘടന ഇത് നമ്മളെ എന്താ പറയണ്ട നമ്മള് ചാരിറ്റി ചെയ്യുന്ന ഒരു ആൾക്കാരുണ്ടല്ലോ, അവർ 50 കുട 60 കുട എന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് ഈ വർഷം ആദ്യമായിട്ട് കിട്ടിയത് വെച്ചാല് ഒരു മദ്രസന്റെ ഓർഡറാണ്. ഒരു കാസർഗോഡേക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അവര് കഴിഞ്ഞ വർഷം എൻ്റെ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 80 കുട. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങി 60 കുടയും 60 കുടയും വാങ്ങിച്ചിട്ടായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ നിങ്ങളെ ജീവിതങ്ങൾ പോകുന്നല്ലേ. പിന്നെ നിങ്ങൾക്ക് നമ്മളെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ചെയ്തു തരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇപ്പൊ 4 ലക്ഷം രൂപ കടം കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ വയലുന്നത്. അതായത് മുൻപേ വാടക വീടിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പൊ അതില് മുതലൊരിക്കലും തിരിച്ചടക്കാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പം 4500 രൂപയോളം വരും ഒരു മാസത്തെ അടവ്. അപ്പൊ അത് ചെറിയൊരു ശതമാനം മാത്രമേ മുതലിലേക്ക് പോകുന്നുള്ളൂ. ബാക്കി മുഴുവൻ പലിശത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ അതൊന്ന് ഫുള്ളായിട്ടൊന്ന് അടച്ചിട്ട് തീർത്താഞ്ഞാലും നല്ലൊരു സമാധാനമാണ്, വലിയൊരു സമാധാനമാണ്. പിന്നെ ചങ്ങായിമാരെ പറ്റുന്നവര് അതിനൊരു സഹായം ചെയ്തു കൊടുക്കണം കേട്ടോ. പറ്റുന്നത് പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ അവരവർക്ക് പറ്റുന്ന ചെറിയൊരു സഹായം ചെയ്താൽ ആ ലോൺ അടച്ചു തീർന്നാൽ ഇവർ ആരെ മുന്നിലും കൈ നീട്ടാണ്ട് ഈ പണിയെടുത്തിട്ട് തന്നെ ജീവിച്ചു പോകും. പിന്നെ ഈ പണി എന്തെങ്കിലും ഒരു ഓർഡറെല്ലാം കിട്ടുമെങ്കിൽ നല്ലതായിരിക്കും അല്ലേ? ഓർഡർ കിട്ടി കഴിഞ്ഞാൽ നല്ലൊരു പണി മുന്നോട്ട് നന്നായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നല്ലൊരു ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. എന്താ വെച്ചാൽ എത്രത്തോളം പണി കിട്ടുന്ന അത്രത്തോളം നമുക്ക് ഗുണം തന്നെയാണ്. പണി ചെയ്യാൻ ഒരു മടിയുമില്ല, അതുകൊണ്ട് ഇരുന്ന് പണി ചെയ്തോളൂ. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് ഓർഡർ കിട്ടണം, അതാണ് മെയിനായിട്ട് വേണ്ടത്. ഇതുപോലെ തന്നെ ഞാൻ അല്ലേ പറഞ്ഞില്ലേ, ഇപ്പോൾ 50 കോട്ടയായിട്ട് 2-3 ആൾക്കാർ ഇപ്രാവശ്യം കൊണ്ടുപോയത്. ഇന്നലെ തന്നെ ഒരു വ്യക്തി കൊണ്ടുപോയി, ഒരു LICൻ്റെ ഏജന്റുമാർക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവർ 5 വർഷമായിട്ട് ഇന്ന് കണ്ടിന്യൂ ആയിട്ട് കുട വാങ്ങിക്കുന്നത്. ഇന്നലെയും വന്നിട്ട് കൊണ്ടുപോയി. ഇനിയിപ്പോൾ ഒരു 25ൻ്റെ ഒരു ഓർഡർ, ചെറിയൊരു ഓർഡർ, പിന്നെ അത് പിന്നെ ഒരു 10 എണ്ണം അങ്ങനെ കോട്ടയത്തേക്ക് അയച്ചു കൊടുക്കാനില്ലാന്ന്. അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് എവിടെ വേണ്ടെങ്കിലും അയച്ചു കൊടുക്കും. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ. ഞാൻ ഡെറാഡൂണിലേക്ക് വരെ അയച്ചിട്ടുണ്ട്. ഇപ്പൊ ഹിമാചൽ പ്രദേശിൽ മറ്റേ ഇവിടത്തേക്ക് വരെ ഉത്തരകാശിയിലേക്ക് വരെ ഉത്തരകാശിയിലെ പേപ്പർ പെന്ന് അയച്ചിട്ടുണ്ട്. പിന്നെ പെന്നിന്റെ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിൻവശത്ത് വിത്ത് പേനകളാണ്. 2-3 വിത്തുകൾ ഉണ്ടാവും ഇതിന്റെ ബാക്കില്. തണൽ മരങ്ങള്, പച്ചക്കറികളുടെ വിത്ത്, ഫ്രൂട്ട്സിന്റെ വിത്ത്, അങ്ങനെയുള്ള വിത്തുകളാണ് ഉപയോഗിക്കുക. അപ്പൊ ഇത് ഉപയോഗശേഷം മണ്ണിൽ അലിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ചെടി ഇങ്ങനെ മുളച്ചു വരും. 2-3 ചെടികളായിട്ട് മാറും. അപ്പൊ പ്രകൃതിക്ക് ഒരു മുതൽക്കൂട്ടായത്. ഇതിന്റെ പേര് തന്നെ പ്രകൃതി സൗഹാർദ്ദ വിത്ത് വേനാന്നാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മള് പറയുന്നത്. ആദ്യമൊന്നും ഇതിൽ ഉണ്ടായിട്ടില്ലായിരുന്നു. ഇപ്പൊ അതിന്റെ വിത്തില് ഉപയോഗം വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ അത് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഓരോ ആൾക്കാർ ചെറിയ എന്തെങ്കിലും വിത്തുകളാണ് ഇടുക. ഇപ്പൊ അത് പോരാ എന്നുള്ള ധാരണ നമുക്ക് തന്നെ വന്നിട്ട് തണലമരങ്ങളെ വിത്ത് തന്നെ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ മരങ്ങൾ ഇഷ്ടം പോലെ വളരുമല്ലോ. ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഒരു കുട വേണമെന്നായിരിക്കും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന സംവിധാനം ഉണ്ടോ? ഉണ്ട്, അയച്ചു കൊടുക്കും.
പോസ്റ്റ് ഓഫീസ് വഴി അയക്കും, കൊറിയർ വഴി അയക്കും. അത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയക്കും. അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ ഒരു പീസ് ആണെങ്കിൽ അയച്ചു കൊടുക്കും. ഒരു പീസ് ആയാലും അയച്ചു കൊടുക്കും. നമ്മൾ ഇപ്പം നാളെ തന്നെ വേറെ അയക്കാനുണ്ട്. അത് കോട്ടയത്തേക്കാണ് ആയിട്ട്. പിന്നെ ബാംഗ്ലൂരിലേക്ക്, മദ്രാസില്, മധുര ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട്. കർണാടകയിൽ ഏത് സാധനം അയച്ചു കൊടുക്കും. പിന്നെ ഇതെങ്ങനെയാണ് ആദ്യം തന്നെ പൈസ അയച്ചു തരാണ്ട്? അത് ആദ്യം തന്നെ അക്കൗണ്ടിലേക്ക് പൈസ വീണതിനെ മാത്രമേ അയക്കുള്ളൂ. കാരണം നമുക്കൊരു ഒരു അബദ്ധം പറ്റിയെന്നായിരുന്നു. അതായത് കോഴിക്കോട് നിന്ന് ഒരു 500 പെന്നിൻ്റെ ഓർഡർ വന്നിട്ട് എന്ന് വെച്ചാൽ ഇത് വെറുതെ അതിന് സ്റ്റിക്കർ അടുപ്പിച്ചിട്ട് പിന്നെ അവരെ റിപ്ലൈ കാര്യങ്ങളൊന്നുമില്ല, വിളിയില്ല, പിന്നെ മെസ്സേജിന് റിപ്ലൈയില്ല, ഒന്നുമില്ല. അപ്പോൾ അത് അങ്ങനെ ലാപ്സായി പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മുൻകൂട്ടി പൈസ തന്നതിന് ശേഷം മാത്രമേ അയച്ചു കൊടുക്കുള്ളൂ. അത് നമ്മളൊരു ഗ്രൂപ്പ് തീരുമാനം കൂടിയാണ്. ഗ്രൂപ്പിൽ 2-3 ആൾക്കാർക്ക് വേറെയും പറ്റി, എനിക്ക് മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷമുള്ളൊരു തീരുമാനമാണ് അങ്ങനെ. അതും മരിച്ചുപോയി. അപ്പോൾ നമ്മളായിട്ട് നല്ല കണക്ഷനാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കും, കാര്യം പറയാൻ ചെയ്യും. 2-3 ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. ഇത് നമ്മളെ JCIന്റെ ഒരു ഉപകാരം തന്നതാണ്. അതായത് നമ്മൾ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നത്, അതായത് പിന്നെ ആരും ഒരു സപ്പോർട്ടെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. ഇത്രയും വർക്ക് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് പ്രചോദനമല്ലേ? അതെ, ഇങ്ങനെയായിട്ടും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള കിട്ടിയായിരിക്കും. ഒരു ഉപകാരമാണ്. അതെന്തായാലും നന്നായി. മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാണ് വലിയൊരു കാര്യമല്ലേ ഇതോ? ഇത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നമുക്ക് 50,000 രൂപ ലോൺ തരും. അതായത് അതിൽ 25,000 രൂപ സബ്സിഡിയും 25,000 രൂപ 5 കൊല്ലം കൊണ്ട് തിരിച്ചടക്കണം. പലിശ ഇല്ലാത്ത വായ്പ. 25,000 രൂപ മാത്രമേ കൊടുക്കണ്ടോ. നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ടെന്നുള്ള ഇതിൽ എംപ്ലോയ്മെന്റ് കിട്ടുന്നൊരു ഉപകാരമാണത്. പിന്നെ ഇത് ബാക്കിയുള്ള ഇതിങ്ങനെ ഓരോ പ്രോഗ്രാമിന് പോയിട്ടാകുമ്പോൾ ഓരോ സമയത്ത് തരുന്ന സക്ഷമ കേരള സക്ഷമയുടെ ഇതിൽ IRPCന്റെ ഉണ്ട്, ഇങ്ങനെ ഓരോ ഇതിൽ തരുന്നതാണ്. നമ്മൾ ഈ ഭിന്നശേഷി ദിനത്തിന് നമ്മൾ കളക്ട്രേറ്റ് മൈതാനിൽ ഇതിൽ വെക്കും, പോലീസ് മൈതാനിൽ. അപ്പോൾ 2 ദിവസത്തെ പ്രോഗ്രാം വെക്കും. പ്രോഗ്രാമത്തിൽ സ്പോർട്സ് ഐറ്റംസ് ആണ് അത് വെക്കുന്നത്. അപ്പോൾ അതിൽ ജാവലിംഗ് ത്രോയിലും സർട്ടിഫിക്കറ്റ് ആണ് ഇതിന്റെ. അതാണത്. ഇതെല്ലാം വെച്ചാല് ഇടം കയ്യും കാലുള്ള നമുക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല കേട്ടാ. ആ മനസ്സാണ് ഏറ്റവും പ്രധാനം. ഷോർട്ട് പുട്ടിലും ജാവലിംഗ് ത്രോയിലും കിട്ടുന്നതാണ്. പങ്കെടുക്കാൻ പറ്റൂല, അതുകൊണ്ടാണ്. അല്ല, കേൾക്കുമ്പോ തന്നെ ഇതാ ശീതം കയറുന്നത്. വെറുതെ ഉണ്ടാക്കി പറയുന്നില്ല. അതെയാ, അതെല്ലാം വെച്ചാല് അതെല്ലാം തന്നെ ഒരു പ്രചോദനല്ലേ മറ്റുള്ളവർക്ക്. നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും കേൾക്കുമ്പോ തന്നെ മനസ്സ് തളർന്നു പോകുന്ന കാലത്താ ജീവിക്കുന്നത്. ആ സമയത്താണ് എന്തിനും നേരിടാൻ വേണ്ടി ഇങ്ങനെ കരുത്തോടെ നിൽക്കുന്നത്. സംഭവം തന്നെയല്ലേ. അതുപോലെ ഞാൻ ഇങ്ങനെ കയറി വരുമ്പോ ഒരു സംഭവം കണ്ട്. ഇതൊരു വീൽ ചെയർ ആണ്, പക്ഷെ അതുകൂടാണ്ട് ഉള്ളിലൊരു വീൽ ചെയർ കണ്ട്. ഉള്ളിലൊരു വീൽ ചെയർ എന്ന് പറഞ്ഞാല് പിന്നെ എന്റെ മാതിരിയുള്ളൊരു പെൺകുട്ടിയുണ്ട്. എല്ല് വളർച്ച ഇങ്ങനെ കുഞ്ഞി വരുന്നൊരു അസുഖമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവളെ ഞാൻ ആദ്യം മുതലേ പരിചയപ്പെട്ടാണ്. അവൾ അധിക പരിപാടിക്ക് കഴിഞ്ഞാൽ ഉണ്ടാവും. അപ്പൊ എന്ത് സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും, സുമാരായിട്ടാ. നല്ലൊരു കിളിക്കം ചോദിലൊരു സംസാരമാണ് നല്ലത്. അപ്പൊ എപ്പം അധികം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കും. അപ്പോ കഴിഞ്ഞ കുട്ടി മരിച്ചുപോയി. കുട്ടി മരിച്ചതിന് ശേഷം ആ വീട്ടിൽ സാധനം വെറുതെ വെച്ചിട്ടുള്ളത്. അപ്പൊ കുട്ടിയുടെ അച്ഛൻ എന്നോട് പറഞ്ഞു വിളിച്ചിട്ട് അതിങ്ങോട്ട് എടുത്താണ്. പിന്നെ അതിപ്പോ അതിന് ബാറ്ററിയും ചാർജറും ഇല്ല. അത് ഉണ്ടാക്കിയെടുക്കണ്ടെങ്കിൽ ചെറിയൊരു പൈസ ഒന്നല്ല, പൈസ ഇല്ലാതുകൊണ്ടാണ് വെച്ചാൽ പൈസ ഇല്ലാതുകൊണ്ടാണ് ഞാൻ തൽക്കാലം വെച്ചിട്ടുള്ളത്. അതിനെത്ര പൈസ വേണ്ടി വരും? 5,000 രൂപ വേണ്ടി വരും. 8,000 രൂപ വേണ്ടി വരും അല്ലേ? ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ചെയ്ത് കൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും. ആ പുറത്തൊരു വണ്ടി ഉണ്ട്, ആ വണ്ടിയും ഉപയോഗിക്കാൻ പറ്റും. അതും പണിമുടക്കി 8 വർഷം മുൻപേ എനിക്ക് കിട്ടിയ വണ്ടിയാണത്. അതിൽ ശ്രീമതി ടീച്ചർ MP ആയിരിക്കുന്ന സമയത്ത് അപേക്ഷിച്ചിട്ട് കിട്ടിയതാണ്. ആ സമയത്ത് ഞാൻ 9 സ്ഥലത്ത് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ വണ്ടിയിലെ. അപ്പൊ ഏറ്റവും ലാസ്റ്റിലാണ് MP ഫണ്ടിലേക്ക് ഞാൻ കൊടുത്തത്. അപ്പൊ ലാസ്റ്റ് കൊടുത്തതാണ് എനിക്ക് കിട്ടിയത് ആദ്യം. അപ്പം അതിനുശേഷം ഇത് കിട്ടിയിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ സാമൂഹ്യക്ഷേമ വകുപ്പൊന്നും ഓർഡർ പാസ്സായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്നിട്ട് അതിന് മറുപടി ഒന്നും കൊടുത്തില്ല. അപ്പൊ അവർ വീണ്ടും വിളിച്ചോണ്ടിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ സംഭവം പറഞ്ഞു, ഇങ്ങനെ MPന്റെ ഒരു ഫണ്ടിൽ നിന്ന് വണ്ടി കിട്ടിയിട്ടുണ്ടോ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സുകുമാരന്റെ കാര്യം ഇതിന് വേണ്ട, തൽക്കാലം ഇപ്പം ആവശ്യമില്ല എന്നിട്ട് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതി കൊടുത്തു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പോ ഒരു വണ്ടി കിട്ടി, ഇതിപ്പോ ഒരുപാട് കൊല്ലമല്ലോ. അതെ. അതിന് ശേഷം വേറൊരു വണ്ടിക്ക് അർഹതയുണ്ടോ കിട്ടാൻ? ഉണ്ട്. 8 വർഷം കഴിഞ്ഞാല് ഇപ്പം, അതായത് ഇതിന് പല ഇതില്ല. ആദ്യം 3 കൊല്ലം ആയിരുന്നു
കാലാവധി ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് 5 കൊല്ലമായി, പിന്നെ 7 കൊല്ലമായി, ഇപ്പൊ 8 കൊല്ലം. 8 കൊല്ലം കഴിഞ്ഞ 8 വർഷം പൂർത്തിയായിട്ടുണ്ട്. ഞാൻ വണ്ടിക്ക് പല സ്ഥലത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ സുധാകരൻ എംപിന്റെ ഇതിലാണ് കൊടുത്തപ്പോ 2-3 ആളടുത്ത് ഒരു പ്രാദേശിക നേതാക്കന്മാരടുത്തും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ MP ഓഫീസിൽ തന്നെ ഭാര്യ പോയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് തന്ന റിപ്ലൈ എന്ന് പറഞ്ഞാല് ഫണ്ട് തീർന്നു പോയി. അല്ല ഇപ്പം പുതിയ MP ആയിട്ടും തുടങ്ങിയില്ലല്ലോ, ഒന്നും അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ നോക്കണം അല്ലേ? വലിയൊരു ഉപകാരമാവില്ലേ പോകാനും വരാനല്ലോ. ഞാനിപ്പോ നമ്മുടെ ഇവരില്ലേ എന്താണ് ജോൺ ബ്രിട്ടാസ് MP, അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പയ്യന്നൂർ നമ്മളൊരു പരിപാടിക്ക് വന്നപ്പോ നമ്മളവിടുന്ന് പിന്നെ ഞാൻ ഈ അപേക്ഷ എഴുതിയിട്ട് തന്നെ പോയത്. കാരണം ജോൺ ബ്രിട്ടാസ് എന്ന് വെച്ചിട്ട് പിന്നെ നമ്മുടെ ഇതില് രാജ്യസഭ MP ആയതുകൊണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ ആർക്കും കൊടുക്കാൻ വേണ്ടി പറ്റും അവരുദ്ദേശിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ മറ്റുള്ള MPകൾക്ക് വെച്ചാൽ ആ പ്രദേശത്ത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു മണ്ഡലത്തിൽ കണ്ണൂർ മണ്ഡലത്തിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അപേക്ഷ എഴുതിയിട്ടാണ് പോയത് ഈ പരിപാടിക്ക്. നമുക്ക് നമ്മുടെ ഒരു പയ്യന്നൂര് ആസ്ഥാനമായിട്ടുള്ള ഫ്ലൈ എന്നുള്ളത് ഒരു കൂട്ടായ്മയുണ്ട്. 300-ഓളം ഭിന്നശേഷിക്കാർ അതിൽ പങ്കെടുക്കുന്ന കൂട്ടായ്മ. ഒരു ഡിസംബർ മാസം ലാസ്റ്റാണ് അതിന്റെ കൂട്ടായ്മ നടത്തുന്നത്. അപ്പോൾ സംഗമം നടക്കുക 3 ദിവസത്തെ സംഗമമാണ്. അപ്പോൾ പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി കൂടിയാണ് ലാസ്റ്റിലാക്കുന്നത്, ഡിസംബർ മാസം ലാസ്റ്റിലാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇതിലൊരു ഉദ്ഘാടകനായിട്ട് വന്നായിരുന്നു ബ്രിട്ടാസ്. അപ്പോൾ തന്നെ ഞാൻ അപേക്ഷ എഴുതിയിട്ട് വീട്ടിൽ തന്നെ എഴുതിയിട്ട് എടുത്തതാണ്. അപ്പൊ പോരാതെ അവര് സ്റ്റേജിൽ പ്രസംഗിക്കുന്ന സമയത്ത് തന്നെ അവരെന്നെ പറഞ്ഞു ഇങ്ങോട്ട് ആർക്കെങ്കിലും ഇതുപോലെ വണ്ടി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരും എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തിട്ട് എത്ര ദിവസം? അത് കൊടുത്തിട്ട് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ വിളി വന്നില്ലായിരുന്നു, MP ഓഫീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് എങ്ങനെയാന്ന് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളിപ്പം ഇവിടെ കണ്ണൂർ MPക്ക് കൊടുക്കണമെങ്കിൽ കണ്ണൂർ MPക്ക് ഡയറക്റ്റ് ആളെ പേരിൽ തന്നെ കൊടുക്കാൻ പറ്റും. അവർക്ക് രാജ്യസഭ MP ആകുമ്പോൾ ആളെ പേരിൽ കൊടുക്കാൻ പറ്റില്ല, നമ്മളെ ഡിവിഷനിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ ഡിവിഷൻ 24ാമത്തെ പിന്നെ ഡിവിഷനാണ്. അപ്പൊ 24ാമത്തെ ഡിവിഷനിൽ ഒരാൾക്ക് കൊടുക്കാൻ ഇപ്പൊ എന്നെ കൂടാണ്ട് വേറെ ആളും കൂടെ എന്റെ സീനിയറായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കാണ് വണ്ടി പോവാ എന്റെ പേരിൽ, അതുകൊണ്ട് പേരിൽ കിട്ടൂല. അപ്പൊ അത് അവരെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് പറഞ്ഞാല് അവര് വണ്ടി പാസ്സാക്കും. അപ്പൊ തിരുവനന്തപുരം കളക്ടറേറ്റിൽ പോകും, അവിടുത്തെ കണ്ണൂർ ജില്ലാ കളക്ടറിലേക്ക് പോകും. ജില്ലാ കളക്ടർ സാമൂഹിക നീതി വകുപ്പിലേക്ക് കൊടുക്കും. അപ്പൊ സാമൂഹിക നീതി വകുപ്പ് പത്രത്തിൽ പരസ്യം കൊടുക്കും. ആ പരസ്യം കണ്ടിട്ട് വേണം നമ്മൾ വീണ്ടും ഒരു അപേക്ഷ സാമൂഹിക നീതി വകുപ്പിലേക്ക് കൊടുക്കണം. എന്തെങ്കിലും മാത്രമേ വേണ്ടി നമുക്ക് കിട്ടുള്ളൂ. ഇത് പെരുത്ത് പണിയുണ്ടല്ലേ? പണി പെരുത്തുണ്ട്. പണി ചെയ്തതിൽ ഭിന്നശേഷിക്കാരന് വീണ്ടും ഭിന്നശേഷിക്കാരനാണ് തരത്തിലുള്ള പണി. ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ നമ്മുടെ ക്ലബിന്റെ ഗ്രൂപ്പ് കണ്ടിട്ടാണ് നിങ്ങളുടെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, എല്ലാവരും ഇങ്ങനെ ഓർമ്മയുണ്ടാവില്ല. അപ്പൊ ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ അല്ല, അത് നമ്മള് ഡയറക്റ്റ് കൊണ്ടു കൊടുത്തതല്ല, അത് വേറെ ആൾ മുഖാന്തരം കൊടുത്തതാണ്. അപ്പൊ അവരാണ് ഇപ്രാവശ്യം വിളിച്ചത്. അവരോട് അവര് ഇപ്രാവശ്യം നമ്മള് 2 കൂടെ കൊണ്ടു കൊടുത്തു. അപ്പൊ ഞാൻ കൊടുത്ത കൂടെ എന്ന് വെച്ചാൽ ഇതിന്റെ പൈപ്പിന്റെ ഉള്ളിൽ കറയായിട്ട് പൈപ്പ് ടൈറ്റാണ്. അപ്പൊ അതൊന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ 2 ദിവസം കൊണ്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് പൈപ്പ് മാറ്റിട്ട് കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെയല്ല നമ്മള് പരിചയം നേരിട്ട് കണ്ടിട്ടില്ല, കാണാത്തവരും ഉണ്ടാവും, നേരിട്ട് കണ്ടവരുണ്ട്. ഇന്നത്തെ കാലത്ത് നേരിട്ട് കാണണമെന്നൊന്നുമില്ലല്ലോ. അതൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒരു രവിയേട്ടന്റെ പീറ്റക്കണ്ടി രവീന്ദ്രൻ തന്നെ കല്യാണം ശരിയാക്കി കൊടുക്കുന്നത് ഫ്രീ ആയിട്ട്. ഒരു പറഞ്ഞ് ഇങ്ങനെ കണ്ണിലും മൊത്തം കാണാതാക്കാൻ ഞാൻ സേവനം ചെയ്യുന്നു. അതായത് ഇവിടെ കണ്ണൂരുള്ളവർക്ക് മാത്രമല്ല, ലോകത്തിലെ എവിടെയുള്ളവർക്കും വേണ്ടിയിട്ടാണ് ഈ സഹായം ചെയ്യുന്നത് ഫ്രീ ആയിട്ട്. 1 രൂപ ഒരു ലാഭേച്ഛ കൂടാണ്ട് സഹായം ചെയ്ത് കൊടുക്കുന്ന ആളാ. അപ്പൊ അങ്ങനെയുള്ള നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. കുറച്ച് മോശവും നടക്കുന്നുണ്ട്. അതെല്ലേനും നല്ലതും ചീത്തയായ വശങ്ങളുണ്ടല്ലോ, 2 വശങ്ങൾ എന്തായാലും ഉണ്ടാവും. അതെ, അത് നമ്മൾ എങ്ങനെ അതിനെ സ്വീകരിക്കുന്നു, എങ്ങനെ ഏറ്റെടുക്കുന്നു അതുപോലെ ഇരിക്കും, നല്ലതാകുന്നതും ചീത്തയാകുന്നതും. സോഷ്യൽ മീഡിയ തന്നെയാണ് ശരിക്കും എന്റെ എല്ലാം ജീവിതത്തിന്റെ മുന്നോട്ടുള്ള സോഷ്യൽ മീഡിയ മാത്രമാണ്. മുന്നോട്ടുള്ള കുതിപ്പും ഊർജ്ജവും എല്ലാം സോഷ്യൽ മീഡിയ ഊർജ്ജം തന്നെ. സുഖമായിട്ടാ. പിന്നെ ഇതുവരെ ഇപ്പൊ ഒരു വീഴ്ചയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഒരു നല്ല രീതിയിൽ നമ്മൾ കാണുന്ന ഇതിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും എത്തിയതിൽ സഹായിക്കാനുള്ള ഒരുപാട് ആൾ വന്ന് ചേർന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ആർക്കെങ്കിലും നന്ദിയോ എന്തെങ്കിലും രേഖപ്പെടുത്താനായിട്ടോ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഇതിൽ കൂടുതലും വന്ന കുറെ കൂട്ടായ്മകളുണ്ട്. കൂട്ടായ്മകൾ വെച്ചാൽ നമുക്ക് മെയിനായിട്ട് ഞാനിപ്പോൾ കുടം നിർമ്മിക്കാൻ തുടങ്ങിയതിന് ശേഷം തന്നെ, പഠിച്ച് വന്നതിന് ശേഷം തന്നെ സഞ്ജീവിനി പാലിയേറ്റീവ് തളിപ്പുറമുള്ളൊരു പാലിയേറ്റീവ് ഉണ്ട്. അപ്പൊ അവരായിരുന്നു ആദ്യം 50 കുട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നത്.
അപ്പൊ അന്ന് എനിക്ക് ഈ വണ്ടിയോ കാര്യങ്ങളൊന്നുമില്ല. പഠിച്ച ആദ്യത്തെ ഓർഡർ എനിക്ക് പോകാനൊന്നും പറ്റൂല വാങ്ങിക്കാൻ. അപ്പൊ എന്റെ ഭാര്യ ബസ്സിന് പോയിട്ട് എടുത്തിട്ടായിരുന്നു, വളരെ കഷ്ടപ്പെട്ടായിരുന്നു കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയിട്ട് അത് തിരിച്ച് കൊണ്ടു കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഉണ്ടാക്കിയതിന്റെ കൂലിയായിട്ട് പൈസ തന്നു. അതാണ് ആദ്യമായിട്ട് ജോലി ചെയ്ത് കിട്ടിയ ഒരു വരുമാനം. അതാണ് സഞ്ജീവിനി ഭാര്യ. പക്ഷെ അവരിപ്പം നടത്തിക്കുന്നില്ല, കാരണം ഇതിൽ സാധനങ്ങൾ പോകുന്നില്ല എന്നില്ല. അപ്പൊ അവർ നന്നായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതില് ഈ രോഗികളുടെ പരിചരണത്തില് ശോഭിച്ചാന്നതിന്റെ മുഖ്യധാര അവരാണ്. ഇപ്പൊ അവരുടെ വീട് ഇവിടെ ബക്കളം. അവരാണ് ഇതിന്റെ ശരിക്കില്ല ആള്. അപ്പൊ സ്വന്തമായിട്ട് ഉള്ള സ്ഥലം ജോലി ടീച്ചറായിരുന്നു, ജോലി രാജിവെച്ചിട്ടാണ് അതായത് അവരുടെ ഏട്ടത്തി നമുക്കൊരു ക്യാൻസർ വന്നിട്ടായിരുന്നു അവരിതിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നത്. ഇന്ന് എല്ലാ പേഷ്യൻസിനും ഒരു ശരിക്കും സഞ്ജീവിനി തന്നെയാണെന്ന് പറയും. ശരിക്കും പോയിട്ട് വെച്ചാൽ ഇപ്പം മുറിവെള്ളം വന്നാൽ രക്ഷാകാരി മുറിവെള്ളം വന്നിട്ട് കൈയിട്ട് വാരി വൃത്തിയാക്കിയിട്ട് തരും. അങ്ങനെ ഒരു ഞെട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു മനസ്സാണ്. ദൈവത്തിൽ എന്ന് ശരിക്കും പറയാം. മദർ തെരേസയാണ് ശരിക്കും അത്രയും ഇതായിട്ട് അവർക്കെല്ലാം കിട്ടേണ്ടത് ശരിക്കും അവാർഡ്. സ്വന്തം സ്ഥലമാണ് ഇപ്പം കൊടുത്തിട്ടുള്ള ഒരു ബിൽഡിങ്. സഞ്ജീവിനിക്ക് ഒരു വീട് എന്നുള്ളതിൽ ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലം, അതായത് ടൗണിൽ കണ്ണായ സ്ഥലമാണത്. അതായത് ലക്ഷക്കണക്കിന് പൈസ കിട്ടുന്ന സെന്റിന് കിട്ടുന്ന സ്ഥലമാണത്. ഇന്നത്തെ കാലത്ത് പിന്നെ ഒരു സെന്റ് മണ്ണിന് വേണ്ടി അടിയുന്ന കൊടുത്ത ഒരു വ്യക്തിയാണ്. അവരും ആങ്ങളുണ്ട്, ഒരു വിജയൻ എന്ന് പറഞ്ഞവരുണ്ട്. അവരെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ നന്ദി പറയാനുള്ളതെന്ന് വെച്ചാൽ IRPC, അതെന്ന് വെച്ചാൽ നമ്മള് ഇനീഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റർ. IRPC എന്ന് വെച്ചാൽ നമ്മുടെ CPM-ന്റെ പോഷക സംഘടനയായിട്ടുള്ള ഒരു കൂട്ടായ്മയാണത്. അവരും വളരെ നന്നായിട്ട് ഇത് ചെയ്യുന്നതാണ്. ഇതുപോലെ തന്നെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അവരും നമ്മൾക്ക് ഈ കഴിഞ്ഞ വർഷം വരെ ഈ വർഷം തന്നെ നമുക്ക് കുടനിർമ്മാണത്തിനായി സാധനങ്ങൾ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്താലും അതിന്റെ കൂലി വരും. അപ്പൊ അതിൽ ഇവിടെ ഒരു വാസു എന്ന് പറയുന്ന ഒരാളുണ്ട്, മറക്കാൻ പറ്റില്ല. അവരാണ് ഇതിൽ ശരിക്കും കൊണ്ടുപോയത്. പിന്നെ ക്യാമ്പ് വെച്ചിട്ട് അതിൽ ഞാൻ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇതിവിടെ വിസ്മയ പാർക്കിൽ വെച്ചിട്ട് ക്യാമ്പ് വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാസു മാത്രമല്ല, നമ്മുടെ മോഹനാട്ടനാണ് ഇപ്പൊ കൈകാര്യം ചെയ്ത് മോഹനാട്ടനാണ്. അപ്പോൾ മോഹനാട്ടനും പിന്നെ അതുപോലെ തന്നെ എന്താണ് കുഞ്ഞിരാമേട്ടൻ. അപ്പൊ ഇങ്ങനെയുള്ള പെട്ടെന്ന് ഓർമ്മയില്ല. കൺവീനർ ആയിട്ടുള്ള വിനോദ് ഉണ്ട് കൂടുതലുള്ള. അതെല്ലാം നല്ല ഇതായിട്ട് ഇതാക്കുന്നതാണ് IRPCക്ക്. പിന്നെ അതുപോലെ തന്നെ സക്ഷമ, അവരും ചെയ്യില്ല. ഇപ്പം അധികം ഒന്നും ചെയ്തില്ല. ആദ്യമെല്ലാം അവരും കിറ്റുകളെ കൊണ്ട് തന്നെ ചെയ്യുന്നത്. ഇപ്പം കുറേ കൊല്ലമായിട്ട് അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒന്ന് ചെയ്യുന്നത് വെച്ചിട്ട് നമ്മള് ഫ്ലൈൻ്റെ ഇത് ഞാൻ പറയാം, നമ്മുടെ ഒരു കൂട്ടായ്മയായിട്ടുള്ള ഫ്ലൈ. അപ്പോൾ 3 വർഷമായിട്ട് ഇപ്പം ഒരുപാട് കിറ്റുകൾ കൊണ്ടുവന്നിട്ട് കുട നിർമ്മാണം ചെയ്യുന്നുണ്ട്, വിൽപ്പന ചെയ്യുന്നുണ്ട്. അവരുടെ കുട വിറ്റ് കഴിഞ്ഞാൽ അതിന് കമ്മീഷൻ തരും, നമ്മൾ ഉണ്ടാക്കി കൊടുത്ത കൂലിയും കിട്ടും. അപ്പം അങ്ങനെയുള്ളൊരു ഇതാണ് ഫ്ലൈ എന്നുള്ള ഒരു ഇതിൽ. പിന്നെ ഒരു ഇതുള്ളത് മാങ്ങാട്ട് പോലീസുകാരുടെ ക്യാമ്പിൽ ഇതുണ്ടായിരുന്നു. അപ്പോൾ അതും ഇപ്പം ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതായത് ഇത് ചെയ്യുന്നുണ്ട്, അതായത് ആതുര ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റേ ഇതിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം കുട നിർമ്മാണം അതിൻ്റെ ആൾക്കാർ ഇങ്ങനെ മാറി മാറി പോയതുകൊണ്ട് ഇപ്പം പുതിയ ആൾക്കാരൊന്നും ഇതിൽ ഏറ്റെടുക്കുന്നില്ല. അവരും കുറെ കിറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ട് നമ്മൾ കുട നിർമ്മാണം ചെയ്തായിരുന്നു. പിന്നെ അതായത് ഒരു ഉണ്ണികൃഷ്ണൻ ഉണ്ട്, നമ്മുടെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ് ഇപ്പോൾ ആയത്. അന്ന് ASI ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ അവർ. അപ്പോൾ അവരിപ്പോൾ പാലക്കാടാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം ട്രെയിനിനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് കുറച്ച് കുടകൾ പെട്ടെന്ന് രാത്രിയെ വിളിച്ചിട്ട് പറയും, നിനക്ക് സുഖമായിട്ട് ഇങ്ങനെ നാളത്തേക്ക് കുട വേണമെന്ന്. ഭാര്യൻ്റെ ബന്ധം കൂടിയാണ്. അപ്പോൾ ഞാൻ ഉള്ള കുടയെല്ലാം പെറുക്കി കൊടുത്ത് അന്ന് രാത്രി തന്നെ ഫുൾ ടൈം രാത്രി ഉറക്കം കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ അവിടെ കൊണ്ടു കൊടുത്തു, മാങ്ങാട്ട് ഓർമ്മ കൊണ്ടു കൊടുത്തു. അപ്പൊ അങ്ങനെയുള്ള ചില മാഷന്മാർ ഒരുപാട് മാഷന്മാരുകൾ. നമ്മളെ സജിത്ത് മാഷ് അല്ല, ഉണ്ണിമാഷിന്റെ കണ്ണായനാണ് നമ്മുടെ ശരിക്കില്ലേ മാഷ്. ശരിക്കും കണ്ണന്നെയാണ് മാഷ്. ചാനൽ മീഡിയക്കാരാണ് എന്നെ ശരിക്കും ഇതിനും പറയാം. കാരണം ഇതെല്ലാം പറയേണ്ടിക്ക് തന്നെ നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതായത് പൊതുജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പത്രക്കാരായി കഴിഞ്ഞാലും ചാനലുകാരായി കഴിഞ്ഞാലും യൂട്യൂബറായി കഴിഞ്ഞാലും എല്ലാം തന്നെ വെച്ചാൽ നമ്മൾ പറ്റി പുറം ലോകം അറിയണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു അല്ല, നമുക്ക് ഇതൊരു ചേതമില്ലാതൊരു ഉപകാരമല്ലേ. അതെ. പിന്നെ വെച്ചാൽ നിങ്ങളെ പോലത്തെ ഒരാളെ നമ്മളൊരു വീഡിയോ എടുത്തിട്ടിട്ട് ആരെങ്കിലും സഹായിക്കാൻ മുന്നോട്ട് വന്നാൽ നമുക്ക് അത്രയും സന്തോഷമല്ലേ. പൈസ കൊണ്ട് ചിലപ്പോൾ നമുക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇങ്ങനെയൊക്കെ വലിയ സഹായമാണ്. കാരണം ഇങ്ങനെയുള്ള ഇത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ജനങ്ങളെ വിളിക്കും, നമ്മൾ ആൾക്കാരെ വിളിക്കും. നിങ്ങൾ ഇപ്പോൾ എന്താ പറയണ്ട, പേരും പറഞ്ഞ് സ്ഥലവും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സുകുമാരൻ TT എന്നാണ് എൻ്റെ FB നെയിം. അപ്പോൾ അത് അടിച്ചു നോക്കി തന്നെ
ഇതിന് മുന്നേ ഉള്ളതെല്ലാം ഇങ്ങനെ കാണും, ഇതിനകത്ത് കാണാം, മറ്റേ പേജിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ സുകുമാരൻ DT കണ്ണൂർ ജില്ലയിലാണ് ഞാനിപ്പോൾ കൊടുക്കാറ്. പിന്നെ അതുപോലെ ഫോൺ നമ്പറും 97 45 94 54 53. അപ്പോൾ അത് നിങ്ങൾ എഴുതി കാണിക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഈ സൈത്ത് ഭാഷ എങ്ങനെയാന്ന് സുകുമാരേട്ടന് സൈത്ത് ഭാഷ അതാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ എൻ്റെ അടുത്ത് പേന വാങ്ങിച്ചിട്ടാണല്ലോ ഇതിൽ. പിന്നെ ഈ കൊടകള് LICന്റെ ഒരു ഇതിലെ കൊടകള് മാഷ വഴി ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഈ ഓർഡർ മാഷ നിനക്ക് ആദ്യമായിട്ട് തരുന്നത്. മാഷ മുഖാന്തരമാണ് അവരെ പരിചയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാണ് മാഷക്ക് നല്ലൊരു ബന്ധമാണ്. ഇപ്പം എപ്പം വിളിക്കും. കഴിഞ്ഞ ഇപ്രാവശ്യം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ യാത്ര പോകണ്ട. നമ്മുടെ ഒരു 16 അംഗ ടീമുകളുണ്ട്. 16 അംഗങ്ങളുടെ ഒരു ടീമാണ് കണ്ണൂർ റൈഡേഴ്സ്. അപ്പോ ഒരു പയ്യന്നൂര്, തളിപ്പറമ്പ് ആ ഏരിയയിലെ ആൾക്കാരൊക്കെ എല്ലാം കണ്ണൂർ ജില്ലയിലുള്ള ആൾക്കാരാണ്. പക്ഷെ നമ്മളിപ്പോ എവിടേക്കോ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ബേക്കൽക്കോട്ട, പിന്നെ മുഴപ്പിലങ്ങാട് ബീച്ചില് എനി ടൈമില്, അതായത് ആഴ്ചയിൽ പോകും. ധർമ്മടം ബീച്ച്. ബീച്ചിൽ ഈ സാധനം ഇറക്കാൻ പറ്റുമോ? നമ്മള് മറ്റേ വണ്ടിയിലല്ലേ പോകുന്നത്, മുച്ചക്ര സ്കൂട്ടറിലല്ലേ പോകുന്നത്. കൊടകില് പോയിട്ടുണ്ട്, വയനാട്ടിൽ പോയിട്ടുണ്ട്. അത് നമ്മളെ കൂട്ടത്തിൽ തന്നെ എല്ലാം ഒരാള് പിന്നെ ഇവിടെ വരെ എത്തിയ ആളുണ്ട്. ഈ കാശ്മീരിൽ വരെ എത്തിയ ആളുണ്ട്. എത്തണോ ശരിക്കും? നമ്മളെ കൊണ്ടൊന്നും പറ്റൂല എന്ന് പറഞ്ഞാൽ അവരൊന്നും പറ്റൂല. ആൾട്രേഷൻ ചെയ്ത വണ്ടിയാണ്. ഒരു കാറിൽ ഇതിൽ പോയിട്ടുണ്ട്. ഇവിടെ കാശ്മീരിൽ വരെ എത്തിയ ആളുണ്ട്. പിന്നെ ഊട്ടിയിൽ പോകുന്നുണ്ട്. ഇനിയിപ്പോ ഒരു ഊട്ടി യാത്രയുണ്ട്. എന്റെ ഈ വണ്ടി ഒന്നും കണ്ടീഷൻ ആയിട്ട് പുതിയൊരു വണ്ടി കിട്ടി കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് നമ്മൾ ഊട്ടിയിലേക്ക് പോകും. പോണം. ഞാനത് പറഞ്ഞോണ്ടിരുന്നത് നമുക്കത് പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റൂല. അസാധ്യമായ ഒന്നുമില്ല. അതാണ് എന്റെ ചിന്താഗതി. ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കഠിനമായ പ്രയത്നവും ഇതും ഉണ്ടെങ്കിൽ എന്തും സാധിച്ചെടുക്കാം. മനസ്സുണ്ടെങ്കിൽ നമുക്ക് എവിടെയും നടത്താം. അതെ. ഇപ്പൊ നിങ്ങളെ നിന്ന് ഒരു പെണ്ണ് വീണ് പോയതായ അത് എടുക്കാൻ മനസ്സുണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റും. ഇല്ലാതെ തന്നെ കിടക്കും. അതായത് എനിക്കിങ്ങനെ നേരെ മുന്നോട്ട് പിന്നെ കുത്തൻ എടുക്കാൻ പറ്റൂലെങ്കിലും ശ്രമിക്കും. ഞാൻ എടുക്കും. അതെ, അതിങ്ങൾക്ക് എടുക്കേണ്ട കാര്യം മനസ്സ് വേണം. എന്നാലേ അത് എടുക്കൂ. അതായത് എന്റെ ഇത് മനസ്സെങ്ങനെയാന്ന് വെച്ചാല് പരമാവധി ആരെയും ബുദ്ധിമുട്ടിക്കാത്ത വിധത്തില് ചെയ്യണം സ്വന്തം കാര്യങ്ങള്. അത് എനിക്ക് ഇവള് പലപ്പം സഹായിക്കാൻ വേണ്ടി ഓടി വരുമ്പോ ഞാൻ പറയും ആളൊക്കെ വേണ്ടെന്ന്. ഞാൻ നോക്കട്ടെ, വിളിക്കൂല. എന്നാ വിളിച്ചോടേന്ന് ചോദിക്കും. അവന് വേണ്ടല്ലോ, അതെങ്കിൽ പറ്റുമോ നോക്കട്ടെ. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ വിളിക്കൂ. ഇപ്പൊ നമ്മളിപ്പോ പരിപാടിക്കെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മളൊരു ഹെൽപ്പർ തമ്പാനേട്ടൻ വളരെ വന്ന് സഹായിക്കുന്നതാണ്. ഞാനിപ്പോ വീൽ ചെയർ ഒറ്റ കുറ്റിട്ട് പോകുന്ന സമയത്ത് ഒരു ബേമെന്ന് വിളിക്കും. ഞാൻ പറഞ്ഞ് തുടരരുത്. എന്താന്ന് വെച്ചാൽ നമ്മളെ ഇത് നമ്മൾ നിരുത്സാഹപ്പെടുത്തുക നിങ്ങൾ ചെയ്യുന്നത്. അതായത് നമുക്ക് പറ്റുന്നത് ചെയ്യണം. കൈക്ക് ബലം എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാല് അത്രത്തോളം നമ്മൾ ചെയ്യണം. അല്ല, പക്ഷെ അത് നമ്മളായാലും കാണുമ്പോ ഒന്ന് പിടിക്കാൻ നമുക്ക് തോന്നും. നിങ്ങള് ഞാൻ സ്ഥിരം അകത്തേക്ക് പുറത്തേക്ക് പറ്റില്ല. നിങ്ങൾ തന്നെ ഇപ്പം ചോദിച്ചില്ലേ, അത് ഇങ്ങോട്ട് നമുക്ക് അങ്ങനെയാണല്ലോ നമ്മൾ തോന്നുന്നത്. അത് അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ട്. അപ്പൊ നമ്മളിത് പരമാവധി നമ്മൾ ആരും പിന്നെ ഉപയോഗിക്കൂല അതിന് വേണ്ടിട്ട്. പിന്നെ വേറെ കാര്യം കൂടി ഉണ്ട്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യത്തിൽ അസൂയുണ്ട്. നിങ്ങളെ കൂടെ കട്ടക്ക് പിടിച്ചിരിക്കുന്ന ഒരു എന്താ പറയാ ഭാര്യനെ കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെ അല്ല, അടിയല്ലാന്ന് വെച്ചാല് അതിലൊന്നും കാര്യമില്ല. വാക്കോട്ട് പറയാത്തവരാരുണ്ടാവും. ഇപ്പൊ അത്ര വലിയ ഇതാക്കുന്നത് നമ്മളിൽ എത്ര ആൾക്കാരുണ്ട് വിട്ടടിച്ച് ഓടിച്ചിട്ട് ബാക്കിലേക്ക് തന്നെ ഇട്ടടിച്ച് ഓടിക്കുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താ പറയാ, നിങ്ങളെ എല്ലാരും കൂട്ടായിട്ട് സപ്പോർട്ട് അല്ലേ. നമ്മളിപ്പോ അവിടെ പോകുന്ന വരും, കൂടി ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അതിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഏതായാലും ഇതുവരെ വന്നിട്ട് നമ്മൾ സുഖാറാട്ടനോട് കുറച്ച് വർത്താൻ പറയല്ലോ. എന്തായാലും ഒരു കുട നമുക്ക് മേടിച്ചല്ലേ വീട്ടിലേക്ക്. നമുക്ക് ഇതെടുക്കാം സുഖാറാട്ട. ഇതാരും ബുക്ക് ഇതാക്കി വെച്ചത് കൊണ്ടുപോകാൻ അതുണ്ടെങ്കിലും വേണമെങ്കിൽ തന്നെ ഞാൻ ഉണ്ടാക്കി പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കും. കുറച്ച് പെന്നും കുറച്ച് പെന്നിന് ടോപ്പായിട്ടുണ്ട് അത് അല്ലേ. അപ്പോ അതിനത്ര സ്ട്രോങ് കിട്ടൂല. അതായത് വലിയ കാറ്റെല്ലാം വരുമ്പം അടിമരുന്ന സാധനമാവും അത്. ഞാൻ എടുക്കുന്നവരുടെ മിക്കവാറും പറയില്ല അത് തന്നെയാണ്. കാരണം അതിൽ നിങ്ങൾ പരമാവധി എടുക്കുന്നുണ്ടെങ്കിൽ 3/4 ആണ് നല്ലത്. അതിന്റെ ഉറപ്പ് എന്തായാലും കിട്ടൂല. അതാണ് നമ്മള് പേപ്പർ ഉണ്ടാക്കുന്ന പാക്കറ്റ്. പെന്നിന്റെ അല്ലേ? A4 അല്ലേ? A4. ചങ്ങായിമാർ ഇതാന്ന് കേട്ടോ പെന്ന്. ഈ പെന്നില് നിങ്ങളെ പിന്നെ
പ്രിൻ്റ് ചെയ്തിട്ട് കൊടുക്കും കേട്ടോ. പേരൊക്കെ വെച്ചിട്ട് ആരെങ്കിലും കല്യാണത്തിനോ അല്ലെങ്കിൽ ബർത്ത്ഡേക്കോ വെഡിങ് ആനിവേഴ്സറിക്കോ എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻ്റ് ചെയ്തിട്ടും കൂടെ കൊടുക്കും. എന്തും പ്രിൻ്റ് ചെയ്ത് കൊടുക്കൂലേ? എല്ലാം കൊടുക്കും. എന്ത് വേണ്ടിക്കും പ്രിൻ്റ് ചെയ്ത്. അപ്പോൾ ഇതിനൊക്കെ തുച്ഛമായ വിലയേ ഉള്ളൂ. നിങ്ങൾ വന്ന് വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ സുമാരേട്ടനൊന്ന് വിളിച്ചു പറഞ്ഞാലോ ഈ കൊറിയറായിട്ട് അയച്ചു തരും. ഒന്നും കൊണ്ട് പേടിക്കണ്ട, എല്ലാത്തിനും സുമാരേട്ടൻ കൂടിയുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ചങ്ങായി പറയാം, എൻ്റെ കൂടെ പിന്നെ പ്രതു വന്നിട്ടുണ്ട്. പ്രതുവിനെ ഇന്ന് നമ്മളെ കൂടെ വരാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പാടന്നെ ഞാൻ വേറൊരാളെയായിരുന്നു വിളിച്ചത്. അവൻ ഭയങ്കര സന്തോഷത്തോടുകൂടി ഞാൻ വരാമെന്ന് പറഞ്ഞ് പൂർണ്ണ മനസ്സോടുകൂടി പിന്നെ അവൻ വീഡിയോ എടുത്തു തരാൻ വന്ന്. ഇങ്ങനത്തെ ആൾക്കാരെ നമ്മളെ കൂടി ഉണ്ടാകുമ്പോൾ നമ്മളെവിടെയാ തോറ്റു പോവുക. അപ്പോൾ അവനിവിടെ വന്ന സ്ഥിതിക്ക് അവനൊരു കുട മേടിക്കാൻ സുമാരേട്ടനൊന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് അവനൊരു കുട മേടിക്കുന്നതാണ് നമുക്ക്. എടുത്തോ, എനിക്ക് ഇഷ്ടപ്പെട്ട എടുത്തോ, നിങ്ങൾക്ക് ഉപയോഗിക്കാം. മിക്കവാറും കളർ ഇത് തന്നെ പോകുന്നത്. കാരണം ഈ ഗ്രേപ്പ് കളറാണ് മിക്കവാറും അധികം ആൾക്ക് ഇഷ്ടപ്പെടുന്നത്. ഇഷ്ടപ്പെട്ട കളറിനാണ്. നല്ല രസമുള്ള കളറാട്ടാ. അങ്ങനെ പ്രതുവിൻ്റെ വക ഒരു കുട നമ്മളെ സുഖമാനാട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ചങ്ങായി പറയാം, നമ്മളിതെല്ലാം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പ്രതുവിൻ്റെ കുടയാണ്. ഈ പെന്നും ഈ കുടയും ഞാൻ മേടിച്ചിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ പറ്റുന്ന ആളെല്ലാം പിന്നെ പൈസ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർ പൈസ കൊണ്ട് സഹായിക്കുക സുഖമാനാട്ടന. അല്ലാതെ ഒരു കുടയോ പെന്നോ അല്ലെങ്കിൽ ഡിഷ് വാഷോ കാർ വാഷോ എന്താ സാധനം മേടിക്കാൻ പറ്റുന്നതിന് മേടിച്ച് സഹായിക്കുക. ഇനി അതും ഒന്നും പറ്റാത്തവർ ഇവരെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വലിയ ഉപകാരമാവും. ഓക്കെ. അപ്പോൾ സുകുമാരേട്ടാ, നിങ്ങളെ ജീവിതം ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല വ്യക്തികളെയും പിന്നെ സംഘടനൻ്റെ എല്ലാം സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും ഭാര്യക്കും ദീർഘായുസ്സും ആരോഗ്യവും എല്ലാം ഇനി അങ്ങോട്ട് നല്ല ഒരു ജീവിതമായിട്ട് ഒരുപാട് ഓർഡറെല്ലാം കിട്ടട്ടെ. ആരുടെ മുന്നിലും കൈനീട്ടാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ ചങ്ങായിമാരെ നിങ്ങളോട് പറയാനുള്ളത്, ഇദ്ദേഹത്തിൻ്റെ ആ 4 ലക്ഷം റുപ്യ ലോൺ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയെങ്കിലും തീർത്തിട്ട് ഇവർക്ക് സമാധാനമായിട്ട് ഇവർ ആ ജോലി ചെയ്ത് ആരെ മുന്നിലും കൈനീട്ടാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു വീൽ ചെയറിൻ്റെ ബാറ്ററിയും ഇതും മാറ്റാനുള്ള ഒരു സഹായമാണ്. പറ്റുന്ന ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവും എന്തായാലും. നമ്മളെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരുപാട് പണക്കാരൊക്കെ ഉണ്ട്. സഹായിക്കാൻ പറ്റുന്ന ആൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, സഹായിക്കാൻ പറ്റുന്ന ഒരു മനസ്സുകൂടെ വേണം. അങ്ങനെയുള്ള ആൾക്കാർ ആരും കൊണ്ടെങ്കിൽ ഇവരൊന്ന് സഹായിക്കണം. ഇവരെ നമ്പർ ഞാൻ അതിൻ്റെ അകത്ത് കൊടുക്കും. പിന്നെ വേറെ ഒന്നും പറയണ്ട സുഖമാനേട്ടന്? എനിക്ക് തന്നെ എല്ലാവരും സഹായിക്കണം എന്നല്ല, ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പറ്റുന്നവരെന്തായാലും സഹായിക്കണം. ഇവരെ അവസ്ഥ ഇതാണ്, എല്ലാ പണിയും ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ആ സമയത്താണ് ആരെയും ഒരു ബുദ്ധിമുട്ടാക്കാണ്ട് പണിക്ക് കൃത്യമായിട്ട് പോയിക്കൊണ്ടിരുന്ന ആൾ. ആ സമയത്താണ് ഒന്നും ബിൽഡിങ്ങിൻ്റെ മേലെ ഒന്ന് വീണിട്ട്. എന്നിട്ടും സാധാരണ ഒരുപാട് ആൾക്കാർ നമ്മൾ പല അമ്പലങ്ങളിലും പിന്നെ ടൗണിലൂട്ടിലും നടന്നു പോകുമ്പോൾ കാണലുണ്ട്. നല്ല ആരോഗ്യമുള്ള ആള് പാത്രം എടുത്തിട്ട് അവരെ ഇതാക്കി പറയുന്നില്ല. അപ്പോൾ അന്നേരം നമ്മൾ ചിന്തിക്കും ഇവർക്കൊക്കെ പണിക്ക് പോയിക്കൂടെ. അപ്പോൾ അതുപോലും ചെയ്യാണ്ട് അത്രയും നമ്മൾ പറ്റുന്ന പണിയെടുത്തിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളാണ്. അപ്പോൾ ഇവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല, പിന്നെ ആരാ നമ്മൾ സപ്പോർട്ട് ചെയ്യുക? നമ്മളും ഇന്നീ കാണുന്ന ഇത് നാളെ എന്തായി, ഒരു കാലിനൊരു മുള്ളുകർച്ചമായി എല്ലാം തീരെ. അപ്പോൾ എല്ലാം ആലോചിച്ചുകൊണ്ട് എല്ലാവരും ഒരു പറ്റുന്ന ചെറിയൊരു സഹായം, പലതുള്ളി പെരുവെള്ളം എന്നല്ലേ പറയാം, അത് നിങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. നിങ്ങൾക്കെല്ലാം അങ്ങനെ ഒരു മനസ്സുണ്ടാകട്ടെ. അതുപോലെ തന്നെ നമ്മളെ കുറച്ച് മുന്നേ ചെയ്ത 3-4 ദിവസം മുന്നേ ഇട്ടൊരു വീഡിയോ നല്ലോണം വൈറലായിട്ട് പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തവരൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ആരെങ്കിലും മനസ്സുള്ളവർ ഇവരെ സഹായിച്ചോളൂ. അപ്പോൾ വേറെ ഒന്നും പറയാനുള്ളത് സുഖമാനേട്ടാ? അപ്പോൾ ചങ്ങായിമാരെ നമ്മളെ വീഡിയോ ഇന്ന് അവസാനിക്കുന്നു കേട്ടോ. ചെറിയൊരു സങ്കടമുണ്ട് നമുക്ക് കാണും, പക്ഷെ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നല്ല സന്തോഷമായിട്ട് എനർജി ആയിട്ട് ഇരിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരൊന്ന് സഹായിക്കണം ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ബായ്. നിങ്ങളുടെ സ്വന്തം നിജി.